നാട്ടുകയിൽ തടിലോറി പാഞ്ഞു കയറി 5 മരണം, 7 പേർക്ക് പരിക്കേറ്റു. തൃപ്രയാറിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടിലോറി കയറി ഇറങ്ങുകയായിരുന്നു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂരാണ് നമ്മളോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സുനിൽ, ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്തേക്ക് തടിലോറി പാഞ്ഞു കയറി 5 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. 2 കുട്ടികളടക്കം 5 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മനു, തൃശൂർ നാട്ടികയ്ക്ക് സമീപമാണ് ഈ ദാരുണ അപകടം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് അപകടമുണ്ടായത്. തടി കയറ്റി വന്ന ലോറി റോഡിൽ ഉറങ്ങിക്കിടന്ന നാടോടികൾക്ക് നേരെ കയറി ഇറങ്ങുകയായിരുന്നു. ഇത്തരത്തിലാണ് അപകടം സംഭവിച്ചത്. 5 പേരാണ് തൽക്ഷണം മരണമടഞ്ഞത്. ഇതിൽ 2 കുട്ടികളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ള കാര്യം. ഇവർ ഈ റോഡിൽ, അതായത് ഇതിനകത്ത് അപകടമുണ്ടായത് ഈ നാട്ടികയില് ഈ റോഡിന്റെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് ഡൈവേർഷൻ സിഗ്നൽ എല്ലാം അതുപോലെ ബാരിക്കേഡുകളും വെച്ചിരുന്നു. ഇത് നോക്കാതെ ഡ്രൈവർ ഈ പണി നടക്കുന്ന റോഡിലേക്ക് കയറി വന്നതാണ് അപകട കാരണം. ഇത്തരത്തിൽ വാഹനങ്ങൾ പോകാതെ പണി നടക്കുന്ന റോഡിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ നാടോടി സംഘം. 14 പേര് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 7 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളെല്ലാം ഇവിടെ നീക്കം ചെയ്ത് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവർ സ്ഥിരമായി ഇവിടെ തന്നെയാണ് കിടന്നിരുന്നത് എന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. കാരണം ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് ഡ്രൈവറുടെ മാത്രം തെറ്റാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം അതായത് ഈ വാഹന ഗതാഗതം അനുവദിക്കാത്ത ഭാഗത്തേക്കാണല്ലേ ലോറി കയറി വന്നത്? ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു മനു. സുനിൽ, അതായത് ഈ വാഹന ഗതാഗതം അനുവദിക്കാത്ത ഭാഗത്തേക്കാണ് ലോറി കയറി വന്നതല്ലേ? അതെ. അതായത് ഇവിടെ ഈ നാട്ടികയ്ക്ക് തിയേറ്ററിന്റെ സമീപത്തായിട്ട് ഡൈവേർഷൻ, അതായത് പുതിയ റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ റോഡിൽ തിരിഞ്ഞു പോവുക എന്നുള്ള ഡിവൈഡർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ശ്രദ്ധിക്കാതെ ഡ്രൈവർ ലോറി നേരെ ഇടിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ അപകടത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പോലീസ് തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഉറങ്ങിക്കിടന്ന 14 പേര് ഇങ്ങനെ ഇവിടെ തന്നെയാണ് സ്ഥിരമായി കിടന്നിരുന്നത്. ഇവർ സമീപത്ത് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലോറി ഇങ്ങനെ കയറി വരുന്നത് ഉണ്ടായത് എന്നാണ് പരിക്കേറ്റവരും പറയുന്നത്. ഈ 5 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ലോറി കയറി ഇറങ്ങുകയായിരുന്നുകൊണ്ട് തന്നെ മൃതദേഹം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ, അതായത് പോലീസ് ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കണ്ണൂരിലേക്ക് കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി കൊണ്ടുപോയ ലോറിയാണ് ഇത്തരത്തിൽ ഈ റോഡിനകത്തേക്ക് പണി നടക്കുന്ന റോഡിനകത്തേക്ക് ഇടിച്ചു കയറി ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. സ്വാഭാവികമായും റോഡ് പണി നടക്കുന്ന ഭാഗമാണ്. അപ്പോൾ വലിയ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ സാധ്യതയില്ലാത്ത ഇടമാണ്. പക്ഷേ ഇവിടെ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ഇത്രയും മനുഷ്യരുടെ വിലപ്പെട്ട ജീവൻ ഇല്ലാതാക്കാൻ കാരണമായത്. തീർച്ചയായും. കാരണം ഇപ്പൊ പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം ഇത്തരത്തിൽ അപകടം. കാരണം മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ഈ സിഗ്നലുകൾ നോക്കി തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇത് അത്തരത്തിൽ ഡ്രൈവർ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് പുതിയ റോഡ് എന്നുള്ള രീതിയിൽ കയറി വന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം നാട്ടുകാർ ആരോപിക്കുന്നത് ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. പോലീസ് ഇക്കാര്യം പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഡ്രൈവറുടെ അശ്രദ്ധ മൂലമായാലും ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതായാലും വലിയ ഒരു അപകടം, അതായത് കുറച്ച് പാവങ്ങളുടെ ജീവൻ എടുക്കുന്ന ഒരു ഇപ്പോൾ എല്ലായിടത്തും ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ പറയുന്നത് പോലെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ കൃത്യമായി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശത്ത് ആ ബോർഡ് ശ്രദ്ധിക്കാതെ ഡ്രൈവർ ഈ വാഹന ഗതാഗതം അനുവദിക്കാത്ത ഭാഗത്തേക്ക് കയറി വരണമെങ്കിൽ സ്വാഭാവികമായും ഒന്നെങ്കിൽ അയാൾ ഉറക്കത്തിലായിരിക്കണം, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മദ്യപിച്ചിട്ടുണ്ടാകാനോ അതല്ലെങ്കിൽ ആ രീതിയിൽ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ വേഗത്തിൽ പോലീസിന്റെ പരിശോധന ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായും മനു. കാരണം നമുക്കറിയാം, ഹൈവേയിൽ തന്നെ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിൽ ഡൈവേർഷൻ വളരെ വേഗത്തിൽ വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ഡൈവേർഷൻ സിഗ്നലുകൾ വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡിവൈഡറുകൾ വെച്ചിട്ടുണ്ടാവുക. റോഡ് പണി നടക്കുന്നു, തിരിഞ്ഞു പോവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു വരാത്ത ഡ്രൈവർമാർക്ക് ഇത്തരത്തിൽ അപകടം സംഭവിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വേഗത്തിൽ വന്ന വാഹനമായാലും ഈ റോഡ് പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അയാൾ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച് വളരെ സ്മൂത്തായുള്ള റോഡിലൂടെ സ്ട്രെയിറ്റ് ആയി തന്നെ പോയതായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് ഇവരെ ഈ ഡ്രൈവറുമായി സംസാരിച്ച് ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അല്പസമയത്തിന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയും.
ഈ അപകട സ്ഥലത്ത് കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എങ്കിൽ മാത്രമേ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ.